നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിന്മേൽ അങ്കമാലി കോടതിയുടെ വിധി ഇന്ന്. റിമാൻഡിൽ 60 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയെന്ന ദിലീപ്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ. നാദിർഷായുടെയും കാവ്യമാധവന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കനത്ത മഴയിൽ മുങ്ങി കേരളം. 2 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പലയിടത്തും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും. അഗ്നിശമന സേനയ്ക്കും ദുരന്ത നിവാരണ വിഭാഗത്തിനും ജാഗ്രതാ നിർദ്ദേശം. സംഭരണശേഷി കവിഞ്ഞ് സംസ്ഥാനത്തെ ഡാമുകൾ. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. വേങ്ങര മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. KPA മജീദ് പിന്മാറിയ സാഹചര്യത്തിൽ KNA ഖാദറിനും PK ഫിറോസിനും സാധ്യത. LDF സ്ഥാനാർത്ഥി PP ബഷീറിന്റെ മണ്ഡല പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. റോഹിംഗ്യ മുസ്ലിങ്ങളെ നാടുകടത്തുന്നതിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിലേക്ക്. റോഹിംഗ്യ അഭയാർത്ഥികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന കേന്ദ്ര സർക്കാർ. നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തുന്നവരെ സ്വീകരിക്കാനാകില്ല. കേസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കക്ഷി ചേരും. ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം. ഡക്കോർത്ത് ലൂയിസ് നിയമപ്രകാരം വിജയലക്ഷ്യം പുനർനിർണയിച്ച മത്സരത്തിൽ ഇന്ത്യയുടെ ജയം 26 റൺസിന്. ഹർദിക് പാണ്ഡ്യ കളിയിലെ താരം. വിശദമായ വാർത്തകളിലേക്ക്. ബാലസാഹിത്യകാരൻ നൈന മണ്ണഞ്ചേരിയുടെ സ്നേഹതീരങ്ങളിൽ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് സ്നേഹതീരത്തെ അക്ഷരപൂക്കൾ. കായംകുളം MLA പ്രതിഭ ഹരി, ഐമനം സാജൻ, ജയപ്രകാശ് P എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. കവി ചെമ്മനം ചാക്കോയും ചിത്രത്തിൽ അഭിനയിക്കുന്നു. NN ബൈജുവാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.
ഈവിടിത്തളിരിട്ട സ്നേഹനിശ്വാസങ്ങൾ ഇടനെഞ്ചിൽ നനയുന്നൊരോർമ്മയായി. ഇടവഴിയിൽ വീണൊരു മഞ്ചാടി മണികളിൽ ഇടവില്ലാ പെയ്യും മഴത്തുള്ളിയിൽ. ഈവിടിത്തളിരിട്ട സ്നേഹനിശ്വാസങ്ങൾ ഇടനെഞ്ചിൽ നനയുന്നൊരോർമ്മയായി. സ്നേഹതീരത്തെ അക്ഷരപ്പൂക്കളുടെ തിരക്കഥാകൃത്തും ഒപ്പം തന്നെ ഗാനരചയിതാവുമായ നൈന മണ്ണഞ്ചേരിയാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടിലേക്ക്. താങ്കളുടെ സ്നേഹതീരങ്ങളിൽ നിന്നുള്ള കഥയാണ് ഈ സ്നേഹതീരത്തെ അക്ഷരപ്പൂക്കൾ എന്നുള്ള ചലച്ചിത്രമാക്കി മാറ്റിയത്. എന്താണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഉള്ളടക്കം? സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ കഥയാണ്. അവൻ്റെ കുടുംബം മൊത്തം അവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നീട് അവൻ്റെ ജീവിതം, അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഈ സ്നേഹതീരത്തെ അക്ഷരപ്പൂക്കൾ. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ആത്മഹത്യകളുടെ, പ്രത്യേകിച്ച് കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഈ ദീപുവിൻ്റെ കുടുംബം, ഇതിലെ കഥാനായകനായ ദീപുവിൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്തിട്ട് യാദൃച്ഛികമായി ദീപു മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് അവൻ എങ്ങോട്ടൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന അവനെ ആ ഗ്രാമത്തിലുള്ള ഒരു റസാഖ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവനെ അവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വളർത്തുക, മറ്റു ഭാവിയിലെ വിദ്യാഭ്യാസവും തുടർന്ന് അവൻ്റെ ജീവിതവും ആവിഷ്കരിക്കുന്ന ചിത്രമാണ് സ്നേഹതീരത്തെ അക്ഷരപ്പൂക്കൾ. ഇതിൻ്റെ ഒരു കഥാ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ഒരു ജീവിത സാഹചര്യമാണോ? അവരെയൊക്കെ ഒറ്റപ്പെട്ടപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത് അത് കാരണം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ കഥ. അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതായത് ജോലിക്കാരായ അച്ഛനമ്മയും സ്വാഭാവികമായിട്ടും ജീവിത തിരക്കുകൾ കാരണം അവർക്ക് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കഥ എഴുതിയത്? ഇത്തരത്തിലുള്ള കഥ എഴുതാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ആത്മഹത്യകളുടെ കാര്യം, അതുപോലെ പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ഇവൻ ഈ ദീപു പിന്നീട് എന്നൊരു അനാഥാലയത്തിലാണ് ചെന്ന് താമസിക്കും. അപ്പോൾ അവിടെ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ കുട്ടികളുണ്ട്. രോഗം കൊണ്ട് മരിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയാണ് അതിൻ്റെ നായികയായിട്ട് വരുന്നത്, നിമ്മി എന്ന് പറയും. അതുപോലെ മകൻ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടൊരു അന്നമ്മച്ചേട്ടത്തി എന്ന് പറഞ്ഞൊരു കഥ. അപ്പോൾ അങ്ങനെ പല കഥാപാത്രങ്ങൾ വന്നിരുന്നുണ്ട് ഈ അനാഥാലയത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും പല കാരണങ്ങൾ കൊണ്ടുപോയി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ കുട്ടികളുടെയും അതുപോലെ കുട്ടികളുടെയും ഒക്കെ കഥ ഇതിൽ പ്രമേയമായിട്ട് വരുന്നുണ്ട്. ദീപു അതിൻ്റെ ഒരു നായകനായിട്ട് വരുന്നെന്ന് മാത്രം. ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാമാണ് അതിനകത്ത് അതിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്? ഇത് ഇപ്പോൾ അടുത്ത് തന്നെ റിലീസ് ചെയ്യും. മറ്റ് പരസ്യവും ഗാനങ്ങളും ഒക്കെ വന്നപ്പോൾ വളരെയധികം ജനങ്ങളുടെയൊക്കെ സഹകരണം, പ്രത്യേകിച്ച് ഈ ഗാനം വളരെ നല്ലതാണെന്ന് പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതുപോലെ 3 ഗാനങ്ങൾ കൂടിയുണ്ട്, അതും ഞാൻ തന്നെയാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ ഗാന ചിത്രീകരണവും വരികളുമൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ പലരും അഭിനന്ദിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ പ്രമേയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ തുടർന്ന് അവൻ വിദ്യാഭ്യാസം തുടരുകയാണ്. ജോസഫ് മാഷ് എന്നൊരു കഥാപാത്രം തുടർന്ന് അവൻ്റെ ആ ദുഃഖങ്ങളെല്ലാം മാറ്റി, ആ നിരാശകളെല്ലാം മാറ്റി വെക്കണമെന്ന് അവനെ ഉപദേശിച്ചുകൊണ്ട് ആ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നു. പിന്നീട് അവൻ അക്ഷരങ്ങളുമായിട്ട് അവൻ ചെറുപ്പം മുതലേ അവൻ്റെ അമ്മയൊക്കെ ഭയങ്കര വായനക്കാരി. അപ്പോൾ പുസ്തകങ്ങൾ എടുക്കുവാനും അവൻ്റെ അനിയത്തി ദീപയും അമ്മയും ഒക്കെ അവനെ വായനയിൽ വളരെയധികം അവൻ്റെ കൂടെ നിന്നിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഒരു ലക്ഷ്യവുമില്ലാതെ അവൻ വീട് വിട്ടിറങ്ങുകയാണെങ്കിൽ പോലും ആ ഗ്രാമത്തിലെത്തിപ്പെടുന്നതോടെ വീണ്ടും അവിടുത്തെ ഗ്രന്ഥാലയവുമായിട്ട് ബന്ധപ്പെടുവാനും, ആ ഗ്രന്ഥാലയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം സ്ഥാപിച്ച ടി.എൻ. പണിക്കർ സാറിൻ്റെ പേരിലുള്ളൊരു ഗ്രന്ഥശാലയിലാണ് അവൻ
പിന്നെ അംഗമായി ചേരുകയും തുടർന്ന് അവിടെ അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ ഒക്കെ ആവുകയും അങ്ങനെ ആ പണിക്കർ സാറിൻ്റെ പകർന്നു നൽകിയ ആ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും പുസ്തകങ്ങളെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും നഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും വലിയ കൂട്ടുകാർ പുസ്തകങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഗ്രന്ഥശാലയിൽ അവൻ സജീവമായി എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണ്. അതേപോലെ പുസ്തകങ്ങൾ മറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വന്നെടുക്കാത്ത പുസ്തകങ്ങൾ എടുക്കാൻ പലപ്പോഴും ഈ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വായനയുടെ മറ്റ് ആധുനിക വാർത്താവിനിമയ സാങ്കേതിക വിനിമയ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ വന്നപ്പോൾ വായന വളരെയധികം ഗ്രന്ഥശാലകളെ ആശ്രയിച്ച് വായിക്കുന്ന ജനങ്ങൾ വളരെ കുറഞ്ഞ ഒരവസ്ഥയിലാണ് ഇന്ന് സമൂഹം. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ ആ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. അത് വളരെ സജീവമായി ദീപമാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെ പല സന്ദേശങ്ങൾ, അതായത് നമ്മൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ വിരൽ ചൂണ്ടുന്നതോടൊപ്പം അക്ഷരങ്ങളെ സ്നേഹിക്കുക എന്ന മറ്റൊരു സന്ദേശവും കൂടി ഈ ചിത്രം നൽകുന്നു. താങ്കൾ എത്ര കാലമായി ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നിട്ട്? ഒരു ഗാനരചയിതാവാകുന്നു, കഥാകൃത്താണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത്? എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബാലരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു കുട്ടിക്കഥയിലൂടെയാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് കവിതകളായി, പിന്നീട് ഹാസ്യ സാഹിത്യത്തിലേക്ക് എൻ്റെ മേഖല തിരിയുകയാണ്. അപ്പോഴൊരു 7 പുസ്തകങ്ങളോളം ഹാസ്യ സാഹിത്യത്തിലെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ ഹാസ്യ സാഹിത്യത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ആദ്യം തുടങ്ങി വെച്ച ആ കുട്ടിക്കഥ അല്ലെങ്കിൽ ബാലസാഹിത്യം എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും എത്ര വലിയ രംഗത്തേക്ക് പോയാലും അല്ലെങ്കിൽ വലിയ ആൾക്കാരായാലും ആ ഒരു ബാല്യം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബാല്യം എപ്പോഴും നമ്മുടെ ഒരു ഗ്രഹാതുര സ്മരണയായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ചില കഥകളൊക്കെ കുട്ടിക്കഥകളൊക്കെ ഇടയ്ക്കാൻ എഴുതുമായിരുന്നു. അങ്ങനെ അതിൽ ഈ പത്രവാർത്തകളിൽ നിന്നും മറ്റുമൊക്കെ അറിയാൻ കഴിഞ്ഞ ഇങ്ങനെ പല സംഭവങ്ങൾ, മനസ്സിനെ വേദനിപ്പിച്ച പല സംഭവങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് ഞാൻ ഒരു സ്നേഹതീരങ്ങൾ എന്ന പേരിലൊരു പുസ്തകം, നോവൽ എഴുതി. ആ പുസ്തകം പാലാ കെ മാത്യു 2013 പാലാ കെ മാത്യു അവാർഡിന് അയച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ പുരസ്കാരം നേടുക അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇരുന്ന് കോട്ടയത്ത് വെച്ചിട്ട് ആ പുരസ്കാരം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് കുട്ടികളെ കുറേ കഥകൾ ചേർത്തിട്ട് മന്ത്രവാദിയുടെ കുതിര എന്ന പേരിൽ കുട്ടികൾ കഥകൾ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹാസ്യ പുസ്തകങ്ങളും അതുപോലെ ബാലസാഹിത്യവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ഇത് സിനിമ ആക്കണം എന്ന് ഞാനും എൻ്റെ സുഹൃത്തായ നേരത്തെ പല ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തും കഥാകൃത്തും കൂടിയായ NN ബൈജുവിനെ ആലോചിക്കുകയും അങ്ങനെ ബൈജു എൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെ എൻ്റെ രക്തസംഭാഷണം എഴുതാമെന്ന് പറഞ്ഞ് അങ്ങനെ രക്തസംഭാഷണം എഴുതുകയും എൻ്റെ ഒരു കവിത ഇതിലുണ്ടായിരുന്നു. അത് ഒരു വികസിപ്പിച്ച് പാട്ട് പോലെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി വന്നപ്പോൾ നേരത്തെ എഴുതിയ ഒരു കവിത ഇപ്പോൾ നിങ്ങൾ കേട്ട ആ ഗാനം അതും വികസിപ്പിച്ചു വന്നു. പിന്നെ അങ്ങനെ അപ്പോൾ അവസാനം ഒരു 2 പാട്ടോടെ എഴുതി 4 ഗാനങ്ങൾ ചേർത്തിട്ട് ഇതിൻ്റെ ഗാനങ്ങളും എൻ്റേതായി എഴുതുകയാണ് ഉണ്ടായത്. ഇതൊരു ഈ സ്നേഹതീരങ്ങളിൽ നിന്നുള്ള ഒരു പുസ്തകം, ഒരു കഥ ഒരു സിനിമയായിട്ട് ആവിഷ്കരിച്ചപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? ആ ഒരു താങ്കൾ എഴുതി വെച്ച അതുപോലെ തന്നെ അത് ചലച്ചിത്രമാക്കിയപ്പോൾ ഒരു സിനിമ ആകെ മാറുമ്പോൾ അത്രത്തോളം ഒരു പെർഫെക്ഷൻ ഉണ്ടായതായിട്ട് തോന്നിയോ? പെർഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അത് കഥാപാത്രങ്ങളെയൊക്കെ വികസിപ്പിച്ച് അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഗാനരംഗങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു രംഗങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. ഏതാണ്ട് 40ഓളം കുട്ടികൾ ഇതെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. മറ്റ് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, പ്രമുഖ താരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രമുഖരായ പലരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളത്തിൻ്റെ ആക്ഷേപഹാസ്യ ചക്രവർത്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചെമ്മനം ചാക്കോ സാറിന് ഇതിൽ ഞങ്ങളുടെ ആലപ്പുഴയിൽ വന്ന് ഇവിടെ കാക്കനാട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടുന്ന് ഇതിനു വേണ്ടി അഭിനയിക്കാനും രാവിലെ മുതൽ വന്ന് വൈകിട്ട് വരെ ഇരുന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് ഇതിൽ അഭിനയിക്കാൻ തോന്നുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 92 വയസ്സുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ പ്രായത്തിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും അതൊരു പ്രായമാണ്. എന്നിട്ട് അദ്ദേഹം ചുറുചുറുക്കോടുകൂടി ഇപ്പോഴും ചെറുപ്പത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ആ സൗന്ദര്യം ഇപ്പോഴും സൂക്ഷിക്കുന്ന ചെമ്മനം ചാക്കോ സാറ് വന്ന് വളരെ ചെമ്മനം ചാക്കോ എന്നുള്ള കവിയായിട്ട് തന്നെ ഈ കഥാനായകൻ ദീപുവിൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഗ്രന്ഥശാലയിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്ന ഒരു അതിഥിയായിട്ട് ഉള്ള കഥാപാത്രമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്.
അതേപോലെ നമ്മുടെ ഇപ്പോൾ അന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ കായംകുളത്തെ നിയമസഭാ അംഗമായ ശ്രീമതി പ്രതിഭാഹരി അതൊരു അധ്യാപികയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുപോലെ സമൂഹത്തിലെ പ്രമുഖരായ പലരും, പ്രമുഖ താരങ്ങൾ ഇല്ല എന്നൊഴിച്ചാൽ പ്രശസ്തരായ പല വ്യക്തികളും ഇതിൽ അവരുടെ ചെറിയ ചെറിയ റോളുകൾ ഇതിൽ അഭിനയിച്ചിട്ട് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം നോവല് ആ കഥ എന്നുള്ള നമ്മൾ വികസിപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ വികസിച്ചപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും കാതലായ ആ പ്രമേയത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കളുടെ ഇനിയുള്ള ഭാവിയിലേക്ക് എന്തൊക്കെയാണ് താങ്കളുടെ നീക്കങ്ങൾ? കഥ എഴുതുകയാണോ അതോ ഇതുപോലെ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതുകയാണോ? ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതുക, എന്താണ് താങ്കളുടെ ഭാവിയിലുള്ള ഇനി വരാനുള്ള കാര്യങ്ങൾ? വരാനുള്ള കാരണം ഇപ്പോൾ ഇത് ബൈജുവിൻ്റെ തന്നെ നന്ദിത എന്നൊരു പടത്തിൻ്റെ പാട്ട് എഴുതുന്നുണ്ട്. നന്ദിത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശസ്തയായ കവിയായിരുന്നു. അവർ ചെറുപ്പത്തിലെ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം ബൈജു ഒരു സിനിമയായിട്ട് നന്ദിത എന്ന വെളുത്തിൻ്റെ സിനിമയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗാനങ്ങൾ എന്നോട് എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ സംഗീത സംവിധായകന ശ്രീ രാജേഷ് വൈക്കീഷ് എന്ന് പറഞ്ഞ ഒരു പുൽത്തയിലുള്ളൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചിത്രത്തിൽ, അതിന് പേരിട്ടിട്ടില്ല, അതിലും ഒരു നല്ല ഗാനം എഴുതാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഥ കവിതയൊക്കെ നമ്മൾ വേണ്ടി എടുത്ത് തുടരുന്നതോടൊപ്പം ഈ ഗാനരംഗത്തേക്കോ അല്ലെങ്കിൽ തിരക്കഥ രംഗത്തേക്കോ ഒക്കെ അവസരം വന്നാൽ അതൊന്നും പ്രവർത്തിക്കുവാനാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും താങ്കളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഒപ്പം തന്നെ ഗാനരചയിതാവെന്നതിന് കഥാകൃത്ത് എന്ന നിലയിലും കൂടുതൽ ശോഭിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയതിന്. ഓക്കെ, വളരെ സന്തോഷം. റിപ്പോർട്ടർ ചാനലിൽ അതിഥിയായി വിളിച്ചതിലും ഞങ്ങളുടെ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി. മോർണിംഗ് റിപ്പോർട്ടിൽ ഒരിടവേള. Luxury, comfort and affordability now have the biggest space in South India at Home Soul Thayempattu, South India's biggest furniture mall spread across 7 stories. Widest collection of ultra premium and economy range furnitures. Home Soul Thayempattu, Pattadipalam, Edappalli. AIMFIL International fulfills your aim. AIMFIL International Institute of Job Oriented Training. Any special occasion, ma'am? हाँ, ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. I think she'll really like this one, ma'am. ആണല്ലേ? അതെ. ഹായ് ലോലോ, ഗിഫ്റ്റ് വാങ്ങാൻ സമയം കിട്ടിയില്ല. സോ ഹാപ്പി ബർത്ത്ഡേ. ഡോണ്ട് ബി സിലി. ബൈ ദ വേ, നൈസ് നെക്ലസ്. ആണല്ലേ? The new Allure collection from Malabar Golden Diamonds. Give in to temptation. മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. തേരാ സ്വാഗ് എന്ന പഞ്ചാബി ആൽബം യൂട്യൂബിൽ ട്രെൻഡിംഗ് ആവുന്നു. JB റാപ്പറാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. റിലീസായി മണിക്കൂറുകൾക്കകം ലക്ഷങ്ങളാണ് ആൽബം യൂട്യൂബിൽ കണ്ടത്. तेरा स्वैग करे है खानी मारे मित्तरानू तेरे काले काले नैन हानी मारे मित्तरानू नखरा भी लगे क्या हानी मारे मित्तरानू तेरा स्वैग स्वैग तेरा स्वैग तेरा स्वैग करे है खानी मारे मित्तरानू तेरे काले काले नैन हानी मारे मित्तरानू नखरा भी लगे क्या हानी मारे मित्तरानू तेरा स्वैग स्वैग तेरा स्वैग करे है खानी मारे मित्तरानू तेरे काले काले नैन हानी मारे मित्तरानू नखरा भी लगे क्या हानी मारे मित्तरानू तेरा स्वैग स्वैग तेरा स्वैग तेरी ये आईज और कमर का साइज दोनों बड़े हैं कातिलाना बेबी और तेरे ये डिम्पल बॉडी तेरी फिट आजा फिल्म बना ले मेरे साथ होगी हिट स्वैग तेरा ऐसा जिस पे लूटा दूं मैं पैसा वैसा कहते हैं सभी पर यहाँ ना कोई मेरे जैसा पैसे को छोड़ तेरे लिए हीरे मोती रखे हैं पक्के हैं इरादे और ख्वाब सारे सच्चे हैं 9 से 12 चल मेरे साथ तू चल प्यार से देखूंगा तुझे मैं बेबी हर पल तेरे प्यार के लिए मैंने कितने लौंडे पेल दिए तुझे पता तेरी खातिर मैंने कितने लौंडे पेल दिए तेरा स्वैग करे है खानी मारे मित्तरानू तेरे काले काले नैन हानी मारे मित्तरानू नखरा भी लगे क्या हानी मारे मित्तरानू तेरा स्वैग स्वैग तेरा स्वैग करे है खानी मारे मित्तरानू तेरे काले काले नैन हानी मारे मित्तरानू नखरा भी लगे क्या हानी मारे मित्तरानू तेरा स्वैग स्वैग
തെലുങ്ക് ചിത്രം ജയ് ലവകുശയിലെ സിഖ് ജറ എന്ന ഗാനത്തിന്റെ വീഡിയോ പ്രൊമോ പുറത്തു വന്നു. ജൂനിയർ NTR, പ്രഭാസ്, തമന്ന, റാഷി ഖന്ന, നിവേദ തോമസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. KS രവീന്ദ്രയാണ് ചിത്രത്തിന്റെ സംവിധാനം. ദേവിശ്രീ പ്രസാദാണ് സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. യോധയിലെ പടകാളിക്ക് ഒരു പുതിയ രൂപം നൽകുകയാണ് ഓർഫിയോ എന്ന സംഗീത കൂട്ടായ്മ. വയലിനാണ് ഇവർ ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത്. 1992 പുറത്തിറങ്ങിയ ചിത്രത്തിന് സംഗീത സംവിധാനം ഒരുക്കിയത് AR റഹ്മാനാണ്. ഒരിടവേള കൂടി. ഹരീഷ് കനാരൻ, ധർമ്മജൻ ബോൾഗാട്ടി, മനോജ് ഗിനസ് എന്നിവർ ഒത്തുചേരുന്ന കാപ്പുച്ചിനോ. Check this out. Grand Cedar Golf View Residences at Kaudia, Trivandrum, the most preferred residential address in town. Nice. Grand Cypress at Kadavantra, Kochi. Surrounded by lush green gardens and close to city comforts. It's really grand.
Grand Oak at Sarovaram, Calicut. Just like the name, Grand, at Cheruti Nagar, near Sarovaram Biopark, close to nature, closer to the best of city life. Malabar Developers. Say hello to a grand lifestyle. Call +91 9605 000 916. ചാറ്റിംഗ് ബ്രൗസിംഗ് മെയിലിംഗ് അപ്ലോഡിംഗ് നെറ്റ്വർക്ക് ഇല്ലാണ്ട് പറ്റില്ല. കണ്ടില്ലേ, പ്ലാനുകൾ, ഓഫറുകൾ, ഹൈ സ്പീഡ്, മടുത്തു അല്ലെ? നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് വേണ്ടത് ഫാസ്റ്റ് ഇന്റർനെറ്റ്. അതെ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷനുകൾ, നിരവധി IPTV OTT സർവീസുകൾ, നിങ്ങളുടെ കേബിൾ TV തികച്ചും സൗജന്യമാക്കുന്ന കോംബോ ഓഫറുകൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, ഇന്റർനെറ്റ് ഫോർ എവറിഥിങ്. Aimfil International fulfills your aim. Aimfil International Institute of Job Oriented Training. ശിവറാം മണി സംവിധാനം ചെയ്യുന്ന മാച്ച് ബോക്സിലെ ഒരു ഗാനം കൂടി പുറത്തിറങ്ങി. കോഴിക്കോടിന്റെ ഭംഗി മുഴുവൻ പകർത്തിയ ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ബിജിപാലാണ്. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളുമായി നാളെ രാവിലെ വീണ്ടും കാണാം.